അമേരിക്കയിലെ ടെക്സസിൽ അനധികൃതമായി താമസിക്കുന്ന കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് പുതിയ നിയമം അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ ലൈസൻസുകൾ നേടുന്നതിനോ പുതുക്കുന്നതിനോ നിയമപരമായ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമാക്കിക്കൊണ്ട് ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈസൻസിംഗ് ആൻഡ് റെഗുലേഷൻ അഥവാ TDLR ആണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ടെക്സസിൽ വിവിധ തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ടെക്സസിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറില്ലാതെ ജോലി എടുക്കുന്നവർക്ക് ഇനി മുതൽ തൊഴിൽ ചെയ്യുന്നതിനുള്ള ലൈസൻസ് നൽകുകയോ പുതുക്കി നൽകുകയോ ചെയ്യേണ്ടതാണ് തീരുമാനം. ഈ നിയമം മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ടെക്സസ് ട്രിബ്യൂൺ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കോസ്മെറ്റോളജിസ്റ്റുകൾ, ഇലക്ട്രീഷ്യന്മാർ, എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യന്മാർ തുടങ്ങി നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇനി മുതൽ തങ്ങൾ അമേരിക്കയിൽ നിയമപരമായി താമസിക്കുന്നവരാണെന്ന് തെളിയിക്കേണ്ടി വരും. ഇലക്ട്രീഷ്യന്മാർ മുതൽ ഡോഗ് ബ്രീഡർമാർ വരെ നീളുന്ന 30ഓളം വ്യത്യസ്ത തൊഴിൽ മേഖലകളെ ഈ തീരുമാനം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കരുതുന്നത്. 1996 ഫെഡറൽ നിയമം അനുസരിച്ച് രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് സംസ്ഥാനം നൽകുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കാമെന്ന വാദമാണ് ഈ പുതിയ നീക്കത്തിന് പിന്നിലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. നിലവിൽ ടെക്സസിലുള്ള ഏകദേശം 1.7 ദശലക്ഷം പേർ അനുമതിയില്ലാതെ നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി അടക്കം വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിലെ വലിയൊരു വിഭാഗം നിർമ്മാണം, സേവനം തുടങ്ങിയ മേഖലകളിൽ പ്രൊഫഷണൽ ലൈസൻസുകളോടെയാണ് ജോലി ചെയ്യുന്നത്. പുതിയ നിയമം വരുന്നതോടെ ലൈസൻസ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ഇത് ഇവരുടെ ഉപജീവന മാർഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തു. ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമായതിനാൽ പലർക്കും തങ്ങളുടെ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ രീതിയിൽ ജോലി തുടരേണ്ടി വരികയോ ചെയ്യുന്ന സാഹചര്യം സംജാതമാകും. സാമ്പത്തിക വിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ വലിയൊരു കുറവ് സംസ്ഥാനത്തുണ്ടാകുമെന്നും ഇത് സേവനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പലരും വർഷങ്ങളായി നികുതി അടച്ച് നിയമപരമായി തൊഴിൽ ചെയ്യുന്നവരാണെന്നും പെട്ടെന്നുള്ള ഇത്തരമൊരു മാറ്റം സമൂഹത്തിൽ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുമെന്നും വിമർശകർ പറയുന്നു. എന്നാൽ നിയമവിരുദ്ധമായ രാജ്യത്ത് എത്തിയവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് ശരിയല്ലെന്നും ഫെഡറൽ നിയമങ്ങൾ കർശനമായി പാലിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നുമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും TDLR അധികൃതരുടെയും നിലപാട്. മെയ് 1 ശേഷം ലൈസൻസ് അപേക്ഷകർ തങ്ങളുടെ പാസ്പോർട്ടോ വർക്ക് പെർമിറ്റോ മറ്റ് അംഗീകൃത രേഖകളോ ഹാജരാക്കേണ്ടി വരും. ഇനി ടെക്സസിലെ ഇന്ത്യക്കാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് നോക്കാം. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സമൂഹം താമസിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ടെക്സസ്. ഏകദേശം 5,44,000 ഇന്ത്യൻ വംശജരാണ് ടെക്സസിൽ താമസിക്കുന്നത്. ഇത് ടെക്സസ് ജനസംഖ്യയുടെ 1.8% വരും. ഇർവിംഗ്, ഫ്രിസ്കോ, ഡാലസ്, ഹ്യൂസ്റ്റൺ, ഓസ്റ്റിൻ തുടങ്ങിയ മേഖലകളിലാണ് ഇന്ത്യൻ സമൂഹം പ്രധാനമായും താമസിക്കുന്നത്. ടെക്നോളജി, ബിസിനസ് മേഖലകൾക്ക് പുറമെ പ്രാദേശിക രാഷ്ട്രീയത്തിലും ഇന്ത്യക്കാർ സജീവമാണ്. ഇർവിംഗിൽ ഏകദേശം 41,322 ഇന്ത്യക്കാരാണ് താമസിക്കുന്നത്. ഫ്രിസ്കോയിൽ ഇത് 39,222 ഹ്യൂസ്റ്റണിൽ 37,812